എന്ത് മനുഷ്യനാണ് ഒരു സിമ്പിൾ എന്നല്ല, പുള്ളി അങ്ങനെ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ഞാൻ എന്തെങ്കിലും ആണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് പ്രത്യേകിച്ച് ഒരു സംഭവം കൊടുക്കണം, മീൻസ് പുള്ളിക്കായിട്ട് മാത്രമായിട്ടൊരു സ്പെഷ്യാലിറ്റി പുള്ളിക്ക് വേണ്ട. എല്ലാരെയും പോലെയാണ് അയാൾ. അതാണ് സിനിമയുടെ കഥ. ഒറ്റയിൽ പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ കലിങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഏറ്റവും ഒരു ഒട്ടും സുഖിക്കാത്താണ് പോലീസ്. ഒരൊറ്റപ്പെടലാണ് ഈ അടി ടീച്ചർ കണ്ടാൽ തന്നെ ചെല്ലു പറഞ്ഞു, അതൊക്കെ നമുക്ക് പക്ക ലാലേട്ടൻ ചെയ്യുന്ന പോലെ. ഇളച്ചനല്ലേ ലാലേട്ടൻ? എന്തിനാ പറയുന്നത്? അതൊക്കെ ഇത് പലതും ഇതുപോലെയൊക്കെയാണ്. എനിക്ക് തമാശ ഇവർക്ക് മാത്രമേ തമാശ. രൂപേഷനും കാർത്തിക്കും കഴിച്ചിട്ട് പോയി. അപ്പൊ എന്നോട് അങ്ങോട്ട് പറയാം, നിക്ക് വെയിറ്റ് ചെയ്ത് നല്ല താറാ കുറച്ച് കർഷക മറ്റേ ചോട്ടാമ്മയ്ക്കകത്ത് മദ്യക്കുപ്പി പൊട്ടിയൊക്കെ പിച്ചിക്കൊണ്ട് നിൽക്കുന്നത് ഫുഡും കൊണ്ടുപോയി. വിശന്നിട്ട് വയ്യ. നമ്മള് പോയി സംസാരിച്ച പുള്ളി ഉറപ്പായിട്ടും തിരിച്ച് നമ്മളെ വിശേഷങ്ങളൊക്കെ തിരക്കും. ഞാനും പറയാം, അല്ല അത് സംസാരിക്കാതിരിക്കുമ്പോഴാണ് ഒരു വണ്ടി ഒരു റൂട്ട് മാപ്പ് ചതിച്ച. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ഇല്ല എങ്കിൽ എന്നോട് പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. സെലിബ്രിറ്റി ലൈഫ് അതൊരു ഭയങ്കര ഭാരമാണ് സീരിയസ്ലി. ഞാൻ ആക്ടർ ആവാൻ പോകുന്ന ഒരാളാണ്. കാരണം ആക്ടർ ആവാനാണ് ഇഷ്ടം. നമ്മൾ സെലിബ്രിറ്റി ആയി തോന്നി കഴിയുമ്പോൾ പടത്തിൽ നിന്ന് പറഞ്ഞു ചൊല്ലു പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് വേണം, അതുകൊണ്ട് പക്ഷെ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനെന്ത് പറയുന്നു? ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ കാര്യം പറയുന്നു, ഏത് സമയവും എന്ത് കാര്യത്തിനും. അല്ലാതെ പുള്ളിക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നോ, അല്ലെങ്കിൽ കുറച്ച് സമാധാനം കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ എന്താ പുള്ളിയോട് സംസാരിക്കാൻ പറ്റാത്തതാണോ, ഒന്നുമല്ല. ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ 18 വയസ്സിൽ ഞാൻ വന്നിറങ്ങിയ ഒരാളാണ്. 18 മണിയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അത് ഞാൻ ചെയ്യുന്ന 25 വയസ്സിൽ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ് ഹലോ നമസ്കാരം. വത്സല ക്ലബ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഇതേതോ സംഘടന അല്ലെങ്കിൽ ക്ലബിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വിചാരിക്കും. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊരു സിനിമ കൂടിയാണ്. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 പേരുണ്ട്. 3 പേർക്ക് നമസ്കാരം. എന്തുണ്ട്? നിങ്ങൾ ക്ലബിലെ താരങ്ങളാണോ? ക്ലബിലെ താരങ്ങളുടെ താരമായിട്ട് ഞങ്ങള് ക്ലബിലെ താരങ്ങളില് ഞങ്ങൾ 2 പേരുണ്ട്. ക്ലബിനകത്തുള്ള ആൾക്കാരെ അവസാനം വന്ന് കേറുന്നത് എന്റെ സ്വന്തം ക്ലബിലേക്കാണ്, എന്റെ വീട്ടിലേക്കത്. അങ്ങനെയാണ് കഥയുടെ ഒരു പോക്ക്. അങ്ങനെയാണ് ഇവരുടെ. ഇതിനകത്തൊരു ടാഗ് ഉണ്ട്, ഒരു ക്രിഞ്ച് കല്യാണം എന്നുള്ളത്. അപ്പം ക്ലബ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു സംഭവം. ക്രിഞ്ച് കല്യാണം എന്നും കൂടെ ആകുമ്പോൾ ഇത് രണ്ടും എങ്ങനെ ബ്ലൻഡ് ആകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് സിനിമയുടെ കഥ. അത് തന്നെയാണ്. പക്ഷെ ഒന്ന് അവിടെയും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വേറൊന്നുമില്ല, ഈ നമ്മളിപ്പോ നാട്ടില് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, നടക്കാതിരിക്കുന്നുണ്ട്. അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. കല്യാണം മുടക്കുന്നവരുണ്ടാവും, ചിലപ്പോ കല്യാണം ഒരു വിധത്തിൽ സമ്മതിക്കാത്തവരുണ്ടാവും. ഇങ്ങനെയൊക്കെ പല പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഇതിനകത്ത് കണക്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോ യാദൃച്ഛികമായിട്ട് കല്യാണം കഴിക്കേണ്ടവരുടെ ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ പെട്ടുപോകില്ല, ചില കല്യാണത്തിൽ ചെന്ന് പെട്ടുപോകാറുണ്ട്. എന്നൊക്കെ പിന്നെ സംസാരിക്കാൻ ആദ്യം പറയില്ലെങ്കിലും അതുപോലെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കല്യാണം, ഒരു ക്രിഞ്ച് കല്യാണം. നാട്ടുമ്പുറങ്ങൾ കണ്ടിട്ടുള്ള എന്നുള്ളത് ചേട്ടൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ? ശരിയല്ല, എങ്കിലും അങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ പലതും ഇത് ഫിക്ഷൻ അല്ലേ, നമുക്ക് എന്ത് വേണം ചിന്തിച്ചു കൂട്ടാമല്ലോ. ഈ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് ഒത്തിരി കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കലാണല്ലോ. ഞാൻ കണ്ടുള്ള നാട്ടിൻപുറത്തെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കല്യാണം മുടങ്ങുന്നു. അതിനാണ് അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ശരി, എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ക്യാരക്ടർ? വത്സല ക്ലബിലൊരു മെമ്പറാണ്, ബൈജു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇവർ 5 പേരാണ്. 5 പേര്. ഈ 5 പേരിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് സിനിമ.
അപ്പൊ ആ ക്ലബിലേക്ക് ഈ ഒരു എന്താ പറയുക ഒരു പെൺകുട്ടി കൂടി വരുന്നുണ്ട്. അതാണ് ഇതില് ആൺകുട്ടികൾ മാത്രമുള്ള സ്ഥലത്തേക്ക് ഒരു ഒരു പെൺകുട്ടി ക്ലബിലേക്ക് ഒരു പെൺകുട്ടി കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ക്ലബിന്റെ പോക്ക് എങ്ങോട്ടാണ്, എന്തൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി കൂടി ക്ലബിലേക്ക് വരുമ്പോ ആ നാട്ടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നാട്ടുകാരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു സിനിമ. ഏതെങ്കിലും ക്ലബില് ഭാഗമായിട്ടുണ്ടോ? നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. ജിബി ചേട്ടന്റെയും എന്റെ നാട് അടുത്തടുത്ത് വളരെ 3 കിലോമീറ്റർ ക്ലബുകളുടെ തന്നെ ഒരു നാടാണ് നമ്മുടെ നാട് തന്നെ. അപ്പം ഈ സിനിമയിൽ ഈ ക്ലബിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ സ്വന്തം നാട്ടിലെ സ്വന്തം ക്ലബ്ബ് പോലെ തന്നെയാണ് ഈ സിനിമയിലും. ബാഹു ആണ് ക്ലബ് എന്ന് പറയുമ്പോഴത്തേക്ക് പയ്യന്മാരെല്ലാരും കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ്. എന്റെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ സംഭവിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ സിനിമയുടെ സ്റ്റോറിയല്ല ഉദ്ദേശിച്ചത്. ക്ലബ് എന്ന് പറയുമ്പോൾ നമ്മള് നാട്ടിലെ കുറച്ച് പയ്യന്മാരെല്ലാം കൂടെ ചേർന്ന് കൂടി ക്ലബ് ആവുക. അതെ 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 അതെ. അപ്പം പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ക്രിഞ്ച് കല്യാണമാണ് ഈ നമ്മുടെ ക്ലബിലുണ്ടായത്. അതാണ്. അപ്പം നമ്മൾ നാട്ടിലെ ക്ലബ്ബ് എനിക്കൊന്നും കുറച്ചും കൂടി മുമ്പായിരുന്നു ഇത്തരം കവലയിലുള്ള ക്ലബ്ബുകൾ, അല്ലെങ്കിൽ ഈ മറ്റേ കയ്യാല് പോസ്റ്റോ കല്ലിങ്ങിന്റെ പുറത്തിരിക്കാനൊക്കെ സംഭവം. അങ്ങനത്തെ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ? ഇഷ്ടം പോലെ. ഞാൻ ബേസിക്കലി ഒരു പോലീസുകാരനാണ്. അപ്പൊ ഞാനിപ്പോ ലോങ് ലീവ് എടുത്താണ് സിനിമ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. പോലീസുകാരെ കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങള് പോലീസിലാവുന്നതിന് മുന്നേ ഞാൻ ഈ താടി വെച്ചോണ്ടാണോ മനസ്സിലാവാത്ത? അല്ല, അത് കുഴപ്പമില്ല, അങ്ങനെയല്ല, അതല്ല വിഷയം. അല്ല, ഇതിപ്പോ ഞാൻ പണ്ടും ഈ കലിങ്ങിന്റെ മണ്ടയിൽ ഇരുന്നിട്ടുണ്ട്. ഈ പോലീസിലായിരിക്കുമ്പോഴും കലിങ്ങിന്റെ മണ്ടയിൽ ഇരുന്നിട്ടുണ്ട്. ഈ കലിങ്ങിന്റെ മണ്ടയിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഏറ്റവും ഒട്ടും സുഖിക്കാത്താണ് പോലീസ്. ഒരൊറ്റപ്പെടലാണ് അല്ലെങ്കിൽ ജംഗ്ഷൻ പേര് പേരുണ്ട് ഈ അടി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്കറിയാം, ഞാനും ഈ കലിങ്ങിന്റെ മണ്ടയിൽ ഇരുന്ന് കൂട്ടം കൂടിയൊക്കെ ഇരുന്നിട്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പോലീസിൽ വന്നിട്ടും ഞാനും പല സ്ഥലത്തും പോയി കലിങ്ങിലിരിക്കണം വരെ ഓടിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം. ശരിക്കും പോലീസുകാർക്ക് കലിങ്ങി ഇരിക്കുന്ന ആൾക്കാരുടെ എന്താ എത്ര അവർക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതല്ല അതിന് വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. അത് ഇതിന്റെ മണ്ടയിൽ ഇരുന്നാൽ ഓടിക്കുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സൂചിച്ചിരിക്കണ്ട. അതന്നെ, അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ലോകത്തിലെ കാര്യം പറയാട്ടോ, ഭയങ്കര നമ്മള് ഫ്രീഡം, നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു ജോലിയാണ് പോലീസ് ജോലി. നമ്മൾ പറയുന്ന പോലെ അത്ര ഈസി അല്ല. അതല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില സമയത്തൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ നമ്മുടെ മൂഡ് സ്വിങ്സ് എങ്ങനെ വരും, എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇപ്പോ നല്ല ഉദ്ദേശത്തോടെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്, വേറെ രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പോലീസ് അങ്ങനെ പെരുമാറാറുള്ളൂ. ഇപ്പോഴും ഞാൻ ഇരുന്ന് കഴിയുമ്പോ ചിലപ്പോ ഞാനൊരു പോലീസുകാരാണെന്നുള്ള അനുകൂലം എനിക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ പോലീസ് വണ്ടി വന്നാൽ ഞാൻ ആദ്യം ഓടും. ഇപ്പോഴും അത് തന്നെയാണ്, നല്ലൊരു വ്യത്യാസമില്ല. അല്ല, ഇത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, പോലീസ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഓടുന്നതിന് എന്തെങ്കിലും തെറ്റ് ചെയ്തല്ലോ ഓടേണ്ട കാര്യമുള്ളൂ. പോലീസ് വണ്ടി കഴിഞ്ഞാൽ ഓടിക്കണം, അതൊരു നിയമം. അങ്ങനെ പോലീസ് ഏത് കാണിക്കുമ്പോ ഓടുക. തീർച്ചയായിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളായിട്ട് പോലും ആ കലിങ്ങും ചുറ്റുപാടത്തൊക്കെ ഇരിക്കുമ്പോൾ പോലീസ് ഒന്ന് ഓടും. അതൊരു ശീലമാണ്, അതൊരു നിയമമാണ്. അതെ, ഒരു പേടി, എഴുതപ്പെടാത്ത നിയമം. അതെ. അപ്പം നിങ്ങളുടെ ഈ സംസാരവും വൈബവും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു അടിപൊളി സിനിമ ആയിരിക്കും എന്നുള്ളത്. ശരിക്കും ധ്യാൻ ചേട്ടനാണോ നിങ്ങളുടെ സിനിമയ്ക്ക് പേരിട്ടത്? ഡയറക്ടറും അവരുടെ എഴുത്ത് ടീം തന്നെയാണ് പടത്തിന് പേരിട്ടത്. അങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കണ്ടു. അത് നമ്മളൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രം ഇറക്കിയത്. അതേപോലെ തന്നെ നിങ്ങൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ മാക്സിമം ട്രോൾ ചെയ്തിട്ടുണ്ട്. അതായത് റൈറ്ററെ, ക്യാമറമാനെ, പ്രൊഡ്യൂസറെ എല്ലാവരും ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വീണ്ടും അതിൽ തന്നെ വർക്ക് ചെയ്തു, ഒന്നും പറഞ്ഞില്ല ആരും. അല്ല, ഞാൻ പറയട്ടെ, സിനിമയിലുള്ള ഇപ്പൊ നമ്മുടെ സിനിമയിൽ ഒത്തിരി കോമഡി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത ആ സമയത്താണ് സിനിമയിലേക്കാൾ കൂടുതൽ കോമഡികൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന ട്രോൾ വീഡിയോ ആണ് അതൊക്കെ. ഒത്തിരി തമാശകളൊക്കെ ഉണ്ടായിരുന്നൊരു സെറ്റ് ആയിരുന്നു. ഇത് ഭയങ്കര ഫ്രീഡം ആയിരുന്നു തോന്നുന്നല്ലേ? അതൊക്കെ ഇത് പലതും ഇതുപോലെയൊക്കെയാണ്. എനിക്ക് തമാശയിലാട്ടെ, ഇവർക്ക് മാത്രമേ തമാശ. നമ്മളിരിക്കുന്നത് എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, എന്നിട്ട് ആ കഥകൾ എനിക്ക് വേണ്ടിട്ടൊന്ന് പറഞ്ഞുതരും. അല്ല, എനിക്കൊട്ടും രസമല്ല. അല്ല, നമുക്ക് നോക്കാലോ, നമുക്ക് രസമാണോ ഇല്ലയോ? അല്ലല്ല, നമുക്ക് പുറത്തിറങ്ങിയത് മോശമൊന്നുമല്ല. ഒരു വണ്ടി, ഒരു റൂട്ട് മാപ്പ് ചതിച്ച, അത് സ്ഥിരമാണ്. അപ്പൊ ആ റൂട്ട് മാപ്പ് ചതിച്ചത് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്നതിന്റെ
അപ്പുറത്തൊരു ചെറിയ തോടുണ്ട്, അതിന്റെ അപ്പുറത്തെ പോയി. അത് കറങ്ങി വരാൻ വേണ്ടി ഒരു മണിക്കൂർ എടുത്തു. ഞാനൊരു ദിവസം വേറെ ഒന്നല്ല, ഒരു ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് പ്രൊഡക്ഷൻ ഫുഡ് ആരും കഴിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ ഈ ടീമുകളെല്ലാം റെഡിയാക്കി നിർത്തിയിട്ട് ഇപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് സെറ്റിലേക്ക് വരുന്നു എന്ന് പറയാം. അവർ പറഞ്ഞത് ചേട്ടാ എടാ ഞങ്ങള് നല്ല താറാവിറച്ചിയും കപ്പയും ബീഫും ഇതൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരെല്ലാടും പറയടാ എന്റെ ഫ്രണ്ട്സാണ് വരുന്നത്, നിങ്ങൾ ആരും കഴിക്കണ്ടെന്ന് പറയുന്നു. ഇവന്മാര് വന്ന് നമ്മുടെ സെറ്റിന്റെ കുറച്ചപ്പുറത്ത് പറഞ്ഞ ഈ പറഞ്ഞൊരു തോടാണ്. തോട്ടിന്റെ അവിടെ ഈ നടന്നു പോകാനുള്ള പാലേ ഉള്ളൂ. കാറ് വന്ന് അവിടെ നിന്നു. ഈ മാപ്പ് കാണിച്ചു കൊടുത്ത വഴി അതാ. നേരെ വന്നിരുന്നെങ്കിൽ ഇനി ഈ നേരെയുള്ള വഴിയിൽ എത്തണമെങ്കിൽ 1 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവന്മാര് പട്ടിണിയായി, എനിക്ക് വേറെ പല പേരുകളുമായി. ഇതാണ് ഇല്ല ഒരു പേരും ഇല്ല. അല്ല അങ്ങനെ പേരൊന്നും ആയിട്ടില്ല, ഞാൻ പറഞ്ഞത് പേരിടാൻ ശ്രമിച്ചു അത്രേ ഉള്ളൂ. ആൾക്കാരോട് റൂട്ട് മാപ്പിന്റെ വിഷയം നമ്മൾ സംസാരിച്ച സമയത്ത് അവര് പറയുന്നത് നിങ്ങൾക്ക് നോക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടാന്നാ പറയുന്നത്. അല്ല അത് ഇങ്ങനെ നീല വര ഇങ്ങനെ കാണിക്കുമല്ലോ, ആ വരയിൽ കൂടെയാണ് വണ്ടി വന്നത്. പക്ഷെ എന്നിട്ട് അവർ വീണ്ടും കാറിന് പോണ വഴി കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു നേരത്തെ വരാ, അത് കാർ പോകില്ല, ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ അത്. പക്ഷെ ഈ മെയിൻ നമ്മുടെ സെറ്റിലേക്ക് വരാനുള്ള വഴി പിന്നെ അവിടെ നിന്ന് കറങ്ങി വരണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്തും. അങ്ങനെ ഒരു പട്ടിണിയായി, ഫുൾ ചീത്തവിളിയായി. പ്രൊഡക്ഷൻകാരെ ഫുഡ് കൊണ്ടുപോയി തിരിച്ചു, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. ഞങ്ങള് കഴിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ ഇപ്പൊ വരും പറഞ്ഞിട്ടില്ല. കുറച്ച് ജീവിച്ചേണ്ട കാണാനില്ല. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഈ ഷൂട്ട് നടക്കുന്നിടത്ത് ഒരു മതിലുണ്ട്, മതിലിന്റെ അവിടെ ഇടയ്ക്ക് ഒരു തലയും കൊണ്ട് മാത്രം വരും. അപ്പോഴത്തേക്ക് മറ്റേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് അഖിൽ കൗലൂര് കുറച്ച് കഴിയുമ്പോൾ രൂപേഷനും കാർത്തിക്കും കഴിച്ചിട്ട് പോയി. അപ്പൊ എന്നോട് അഖിലോട്ട് പറയാം നിക്ക് വെയിറ്റ് ചെയ്ത് നല്ല താറാവിറച്ചി കർഷക മറ്റേ ചോട്ടാമ്മയ്ക്കകത്ത് മദ്യക്കുപ്പി വിട്ടേക്ക് ബിച്ചുകൊണ്ട് നിൽക്കുന്ന ഫുഡും കൊണ്ടുപോയി. വിശന്നിട്ട് വയ്യ, അടുത്ത ഷോട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിക്ക് നിക്ക് നിക്ക്. അത് കഴിയുമ്പോഴത്തേക്ക് വന്നിറങ്ങി പോയി മാറി. എനിക്ക് മനസ്സിലായി ഇവർക്ക് വിശപ്പ്, എന്നെ ചീത്ത വിളി. ഞാൻ അതിനെ നിന്ന് വെറുതെ ഏറ്റവും ലാസ്റ്റ് വന്ന സമയത്തും ഈ പാലം ഞങ്ങൾ തിരിച്ചറിയുന്നത് ആളിയെ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന എവിടെ അറിയോ, പാലത്തിനക്കരെ അങ്ങോട്ടും നടക്കത്തില്ല. 100 മീറ്ററേ ഉള്ളൂ. അല്ല പാലത്തിന്റെ കേസല്ല, ഇവന്മാര് വണ്ടി തിരിച്ചു പോയി. ഇത് അല്ല റൂട്ടെന്ന് പറഞ്ഞിട്ട് ഇവന്മാര് തിരിച്ചു പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പട്ടിണിയായി. ഒന്നുമില്ല. അല്ല കിട്ടി തമാശ അതുമല്ല. ഞാൻ ഇവന്മാരെ ഒരു വിധത്തിൽ അവര് കഴിച്ചിട്ട് പോയത് നന്നായി. ഇവന്മാര് കൊണ്ടുവന്നത് 1 പിടി മറ്റേ മരിച്ചിനി, അല്പം ബീഫ്, 2 പീസ് താറാവ്. എന്റെ ചങ്ക് പറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു ദൈവമേ ഇവന്മാര് കഴിച്ചിട്ട് പോയത് നന്നായി. സുഹൃത്തുക്കള് പുള്ളിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പുള്ളിയുടെ സ്നേഹത്തിന്റെ പുറത്ത് എല്ലാരും പിടിച്ചിരുത്തിയതാണ്. ഞാൻ എല്ലാരെയും പിടിച്ചിട്ട് ഞാൻ കരുതി ഇവിടെ കുറെ പേരുണ്ടാവല്ലോ ഇവര് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. എനിക്ക് പണി കിട്ടിയതാണ് അവസാനം. നന്നായി, റൂട്ട് മാപ്പ് ചതിച്ചത് നന്നായി. തീർച്ചയായിട്ടും അത് കിട്ടിയല്ലേ, രസമുള്ള അനുഭവല്ലേ. തീർച്ചയായിട്ടും റൂട്ട് മാപ്പിന്റെ കഥ പറയാനാണ് ഒത്തിരി പറയാനിട്ടോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാണ് അവസ്ഥ എന്ന്. അപ്പം ഈ സിനിമയ്ക്ക് പുറമെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വിലായത്ത് പുത്ത എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് സിനിമയുടെ അപ്ഡേഷൻസ്? വിലായത്ത് പുത്തയിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ടീസറിലൊക്കെ വരാൻ പറ്റി, വലിയ ഭാഗ്യം. പിന്നെ കൂടുതലൊന്നും ആ സിനിമയെ കുറിച്ച് പറയാൻ ഇപ്പം എന്നെ കൊണ്ട് പറ്റൂല. എങ്കിലും നമ്മൾ പൊതുവെ രാജേട്ടനെ കാണുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ട് ഇടപെടുന്ന എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു രാജേട്ടന്റെ ഒരു സെറ്റിലുള്ള നിങ്ങളോടൊക്കെയുള്ള ഒരു സപ്പോർട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര തമാശയായിരുന്നു കേട്ടിട്ടുണ്ട്. ഇവരായിട്ട് എപ്പോഴും വിളിച്ചിട്ട് തമാശ അല്ല അങ്ങനെയല്ല, നമ്മള് പോയി സംസാരിച്ച പുള്ളി ഉറപ്പായിട്ടും തിരിച്ച് നമ്മളെ വിശേഷങ്ങളൊക്കെ തിരക്കും. അല്ല അത് സംസാരിക്കാതിരിക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയുന്നത് അയ്യോ അടുത്തോട്ട് പോകാൻ പറ്റില്ല, മിണ്ടില്ല, അങ്ങനെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു പ്രശ്നവുമില്ല. പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ വന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഞാൻ ഒരു ആക്ഷൻ സീക്വൻസിലൊക്കെ ഉണ്ടായിരുന്നു, ഫൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 1-2 കാര്യങ്ങൾ ഞാൻ പുള്ളിയോടാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ആക്ഷൻ സീക്വൻസ് ആയിട്ട് ഇംപ്രൂവൈസ് ചെയ്യണ്ട, പിന്നെ അല്ലാണ്ട് ആക്ഷൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇംപ്രൂവൈസ് ചെയ്താലേ. അല്ല അങ്ങനല്ല ചോദിച്ചേ, ചേട്ടാ ഇങ്ങനെ ചെയ്യട്ടെ എന്റെ ടൈമിംഗ് പ്രശ്നം കാരണം ഇനി പുള്ളിക്ക് എന്തെങ്കിലും പറ്റി ചോദിക്കുന്നതാണ് ആക്ച്വലി. അറിയാ ഏറ്റവും കൂടുതൽ ഇംപ്രൂവൈസേഷൻ നടക്കുന്ന എവിടെ അറിയോ? ഫൈറ്റില്ല, അപ്പുറത്തേക്ക് വല്ല വൈരാഗ്യമുള്ള ടൈമിംഗ് തെറ്റിന്ന് പറഞ്ഞു. അല്ല ഇവിടെ ഇംപ്രൂവൈസ് ചെയ്ത ഏറ്റവും കൂടുതൽ നമ്മുടെ നായികയാണ്. കിട്ടിയ വാക്കിന് എല്ലാവർക്കും അടിയും കൊടുത്തു, കടിയും കൊടുത്തു. അങ്ങനെ ഒരു
ഒരു ഒരു ഒരു ഞെരിപ്പായിരുന്നു ഒരു സെറ്റില്. ഫൺ ഗൗരി അല്ലെങ്കിലും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ആണ് ഞാൻ സീക്വൻസ് ഉണ്ട് അഭിനയിക്കുന്നതായിരിക്കും ഇനി ക്ലൈമാക്സിലെ ഒരു 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 ക്യാരക്ടർ വരുന്നുണ്ട്. ഞാൻ സീരിയസ്ലി ഞാൻ ചോദിച്ചു കൂടുന്നത് ഇവക്ക് പ്രാന്താനാടാന്ന് ചോദിച്ചു. ആ ചെറുക്കന്റെ കാല് അത് തുടങ്ങി വെച്ചാർക്കണ്ടറിയോ എനിക്കിട്ട് ചെകിട്ടത്തൊന്നുമല്ല. ഫസ്റ്റ് ഗൗരിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ഹൈപ്പറാണ്, ടൈമിങ് തെറ്റും. അപ്പൊ ആദ്യം പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ കാല് വെക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നീ കാല് പൊക്കിയെന്നു, ഞാൻ ചാടിക്കോളാം. നമ്മുടെ ഈ പടത്തിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള അവർക്ക് മാർഷൽ ആർട്സ് ഡാൻസ് എല്ലാം ഡാൻസ് എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അല്ല അതുകൊണ്ട് എനിക്കും അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ ചേട്ടാ വാഴ 2 എന്താണ് അവസ്ഥ, എന്താണ് വിശേഷം? വാഴ 2ന്റെ വിശേഷം പറയാൻ ഇത് നടക്കുന്നുണ്ട്, അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. ഇല്ല അല്ല, പക്ഷെ നമ്മളിങ്ങനെ കേട്ടത് വണ്ണുപോലെ അല്ല, വിവിധ രാജ്യങ്ങളിലൊക്കെയാണ് ഷൂട്ട്, അബ്രോഡൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, ഇല്ല എനിക്കറിയില്ല. എനിക്ക് ഞാൻ ഇല്ല എങ്കിൽ എന്നോട് പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അല്ല പറയില്ലെന്നുള്ളതാണ് അറിഞ്ഞിട്ടില്ല. അല്ല എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ പ്രൊഡക്ഷനൊക്കെ നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ പോയി ചെയ്യും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വിശേഷങ്ങൾ എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. ഇല്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇപ്പം വിലായത്ത് പുത്ത പോലെ തന്നെ വാഴ 2 അത് രണ്ട് ജോണർ ഗംഭീരമാവുമല്ലോ. തീർച്ചയായിട്ടും വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അതിന്റെ പുറകിലുണ്ട്. പിന്നെ സവിൻ നല്ല ഒരു അടിപൊളി ഡയറക്ടറാണ്, അവന്റെ ഫസ്റ്റ് പടമാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്യും, നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ ഫസ്റ്റില് ആനന്ദ് നന്നായിട്ട് ഗംഭീരാക്കിയില്ലേ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയമാണ്. തികച്ചും എന്താണ് പുതിയ കുറച്ച് പിള്ളേരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെ വെച്ചിട്ട് അവര് ക്രിയേറ്റ് ചെയ്താണ് വാഴ 1 ആ ഒരു വേൾഡ്. വാഴ 2 വരുമ്പോൾ ഹാഷറും ടീമും ഉണ്ട്, അതുപോലെ ബാക്കി വേറെയും നല്ല കുറെ നല്ല ആക്ടേഴ്സ് കൂടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സവിൻ വിൻഡോസ് എല്ലാവരും കൂടെ ചേർന്നൊരു പ്രൊഡക്റ്റ്. അൽഫോൺസ് പുത്രൻ വന്നിട്ടുണ്ടായിരുന്നു അഭിനയിച്ചിട്ട്, ആ സീക്വൻസിലുണ്ടോ ചേട്ടാ? ഇല്ല കണ്ടിട്ടില്ല, മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അല്ല ഞാൻ വാഴ 2 ഉണ്ടെന്നുള്ളത് പോലും എനിക്ക് ഞാൻ എന്റെ ഭാഗം എനിക്ക് വിളിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ നിങ്ങളുടെ മമ്മൂക്ക പടത്തിന് ഭയങ്കര വെയിറ്റിംഗ്. ഓ അതെ, അതാണ് നമ്മൾ വെയിറ്റിംഗ്. ഇവിടെ ഒരാള് പൃഥ്വിരാജ്, ഒരു മമ്മൂക്ക പടം, പിന്നെ വാഴ 2, പിന്നെ തമിഴിലാണല്ലേ കൂടുതലും, വിജയ് സേതുപതിയുടെ കൂടെ. അത് ആ പ്രൊഡക്ഷന്റെ ഭാഗത്ത് ഇവന് ആ ഫോട്ടോ പുറത്ത് വിട്ടാൻ തന്നെ പണി കിട്ടിയതാ, അത് പുറത്ത് വിടരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ട് അറിയാണ്ട് പറ്റിപ്പോയതാണ്. ആ ഒരു ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അതില് പറ്റിപ്പോയതാണ്. അതെന്തായാലും അതൊക്കെ വഴി അറിയും അതെന്താണ് വിശേഷം എന്നുള്ളത്. ഇല്ലടാ ഞങ്ങള് വലിയൊരു സാധനം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇല്ല എനിക്ക് ഇതൊന്നും പറയട്ടെ, അത് അല്ല എല്ലാ സിനിമയും വലുത് തന്നെ, എന്തെങ്കിലും ഒന്ന് പറയാം. എല്ലാ സിനിമയും വലുതാ. കാരണം പ്രത്യേകിച്ച് ഞാൻ ഇടുക്കി എന്ന് പറയുന്ന ഒരു പ്രദേശത്തു നിന്ന് വരുന്ന ഒരാളാണ്. ഇടുക്കിയിലെവിടെ? കട്ടപ്പന എവിടെ? ടൗണിൽ തന്നെ. ടൗണിലെവിടെ? കൂടുതൽ പറയാൻ പറ്റില്ല, നമുക്ക് അവർക്ക് പിന്നിൽ സംസാരിക്കാം. ഞാൻ കട്ടപ്പനക്കാരനാ. കട്ടപ്പന ടൗൺ സാഗരതീന്റെ അടുത്ത് ഞാൻ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ അയലോക്കംകാരായിട്ട് വരും. അപ്പൊ പിന്നെ നമ്മുടെ എക്സൈറ്റ്മെന്റ് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് കലാകാരന്മാരെ ഉള്ളൂ എന്നുള്ളതാണ്. അല്ല കലാകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ പ്രശ്നം പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, അറിയാലോ. ഒരു ഡെയിലി ബേസിസ് ചെയ്യുന്ന കൃഷി അഗ്രികൾച്ചർ ഒക്കെ ചെയ്യുന്ന. അപ്പം എൻ്റെ ഒരു 10-18 വയസ്സിൽ ഇറങ്ങിയാണ്, 33 ആണ്. ഇപ്പോഴും നമ്മൾ ഓരോ സിനിമ, പരട്ടാമ്പൊടി എന്ന് പറയുന്നൊരു സിനിമ കഴിഞ്ഞിട്ടും ഇത് 14ാമത്തെ സിനിമ. അതിൻ്റെ വിജയമോ പരാജയത്തിനേക്കാളും ഞാൻ ഇന്നും കണ്ടിന്യൂസ്ലി ഒരു വർഷം 1-2 പടങ്ങളിൽ ഭാഗമാകാൻ പറ്റുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പം എനിക്കെല്ലാം വലുത് തന്നെയാണ്, ഒന്നും ചെറുതില്ല. എല്ലാം വലുത് തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ സെലിബ്രിറ്റികളാണ് എന്നുള്ളതാ. അപ്പം നമ്മളെ സ്ക്രീനിൽ കണ്ടിട്ട് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവരെ കണ്ടു എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ജെനുവനായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ചില ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് എന്നെ കണ്ടു കഴിയുമ്പോൾ എന്നോട് പ്രശ്നം ഞാൻ ചോദിക്കാം എന്താ ഇങ്ങനെ സംസാരിക്കാൻ ചോദിക്കും. അല്ല നീ തിരക്കായിരിക്കും. എനിക്ക് അങ്ങനെയില്ല. ഇപ്പൊ ഇതിന്റെ ക്യാമറമാൻ തന്നെ കഴിഞ്ഞ വർഷം അവനെ കണ്ട സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പടം ചെയ്തത്. അവൻ്റെ ഞാൻ ചോദിച്ചു നീ എന്താ മെസ്സേജ് ചെയ്യാതെ ചോദിച്ചു. സെലിബ്രിറ്റി ലൈഫ് അതൊരു ഭയങ്കര ഭാരമാണ് സീരിയസ്ലി. സോ ഞാൻ ആക്ടർ ആവാൻ വന്ന ഒരാളാണ്. കാരണം ആക്ടർ ആവാനാണ് ഇഷ്ടം. നമ്മൾ സെലിബ്രിറ്റി ആയി തോന്നി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിന് വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കാശ് കൊടുത്ത് ഫോളോവേഴ്സിന് ഉണ്ടാക്കണം. ഇൻസ്റ്റാഗ്രാമിൽ കുത്തിരുന്ന് അതിന്റെ ഇതിനോടൊക്കെ എനിക്ക് ഈ വിയോജിപ്പുണ്ട്. രണ്ട് വശമുണ്ട്. ഞാൻ എന്റെ പേഴ്സണൽ സാധനം അല്ല നീ പറയുന്നതില് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുത്ത് ഫോളോവേഴ്സിന് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊരു വിയോജിപ്പ്. അതിനാണ്, വേറെ ഒന്നുമല്ല. കാര്യം അത് നമുക്കിപ്പം കാശ് കൊടുത്താലും ഇല്ലെങ്കിലും
ഒരാൾ സെലിബ്രിറ്റി ആകുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വന്നേക്കാം, സ്വാഭാവികമായിട്ട് വരുന്നവരുണ്ട്, അല്ലാതെയുണ്ട്. പിന്നെ വരുന്ന എല്ലാവരും അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഞാൻ അനുഭവിച്ച ഒരു കാര്യം, അതിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ നോക്കി കാസ്റ്റിംഗ് വരുന്നു എന്ന് ഞാൻ കേട്ടു. എന്നെ ഒരു പടത്തിൽ നിന്ന് പറഞ്ഞു, മച്ചാനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ്, അതുകൊണ്ട് മച്ചാനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനെന്ത് പറയുന്നു? അത് ഞാൻ പറയില്ല എന്ന് ഓർത്താണ്, സാഹചര്യത്തിന് അറിയാം. പക്ഷെ അവിടെ ഈ സെലിബ്രിറ്റി ലൈഫ് ഭയങ്കര നമുക്ക്, ഞാൻ സെലിബ്രിറ്റി ആവാനല്ല ഞാൻ വന്നത്, എനിക്ക് ആക്ടർ. അങ്ങനത്തെ മാറ്റി നിർത്തൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, ലൈഫിൽ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ അതിനെ ഒന്നും ബോധർ ചെയ്യുന്നില്ല. ഞാൻ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന് 60 വയസ്സായാലും 50 വയസ്സായാലും എത്ര വയസ്സായാലും ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ ജിവിൻ ചേട്ടന് അറിയാവുന്ന കഥകളുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ വന്നിറങ്ങിയ ഒരാളാണ്. 18-ാം പടിയാണ് എൻ്റെ ഫസ്റ്റ് പടം. അത് ഞാൻ ചെയ്യുന്നത് 25-ാമത്തെ വയസ്സിലാണ്. അക്കാഡമിക്കലി പഠിച്ചു. അതിന് മുമ്പ് ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിക്കാറുണ്ട്. അപ്പം ചിലവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ വേഷം ഇല്ലാത്തുള്ളൂ. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എനിക്ക് പറ്റിയ വേഷം എന്താണെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ കിട്ടുന്നത് എന്നെ സംബന്ധിച്ചോളം വലുതാണ്, ഭയങ്കര വലുതാണ്. പക്ഷെ 18-ാം പടി ഒരു ഉണ്ടാക്കിയ ഒരു ഓളം ഭയങ്കര വലുതായിരുന്നു. അത് ഫസ്റ്റ് സിനിമയല്ലായിരുന്നു, അല്ല എൻ്റെ മൂന്നാമത്തെ പടം. പക്ഷെ അതിൽ കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. അല്ല, അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയും. പലരും ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു തിരുവനന്തപുരംകാരനാണെന്ന്. റിയൽ ക്യാരക്ടറിലും ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പൊ അതിലേ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഗംഭീരമായിട്ട് ട്രിവാൻഡ്രം സ്ലാങ് മോശമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. കേരളത്തിന്റെ പല ഭാഗത്ത് നിന്ന് വന്നിട്ട് അവർക്കൊരു ക്യാമ്പ് ചന്ദനാഥ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സുഹൃത്ത് ആക്ടറാണ്, അവനാണ് ഇവരെ ട്രെയിൻ ചെയ്യിച്ചതൊക്കെ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവൻ ഇവരെ ഒരു നല്ലൊരു രീതിയിലേക്ക് മേക്ക് ചെയ്ത് കൊണ്ടുവന്ന് നല്ലൊരു ഔട്ട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം വെറുതെ മറ്റേ തള്ളേ പിള്ളേ അല്ല, തിരുവനന്തപുരം എന്നുള്ളത് അതല്ല എന്നുള്ളത് അങ്ങനെ ഒരു ധാരണ പൊതുവെ ഉണ്ട്. അടുത്തിടയ്ക്ക് മാറി വരുന്നിട്ടുള്ളൂ ഈ തള്ളേ പിള്ളേ. ആക്ച്വലി അത് പാറശാല സൈഡാണ്. അത് ഒന്നുമില്ല, അതൊക്കെ പണ്ടത്തെയാണ്. ഇപ്പൊ ഞാൻ 18-ാം പടിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ മണക്കാടും സിറ്റിയിലൊക്കെ പോയി വെറുതെ ചായ പിടിച്ച് ഇങ്ങനെ ആൾക്കാർ പറയണ ഒബ്സർവ് ചെയ്യാനാണ്. രണ്ട് വ്യത്യാസമുണ്ട്, ചെറിയ സാധനങ്ങൾ വ്യത്യാസമുള്ളൂ. അപ്പം നമ്മൾ അത്രയും കിലോമീറ്ററുകൾ മാറുമ്പോഴത്തേക്കും ആ സ്ലാങ്ങിന്റെ സ്റ്റൈലിങ് മാറുന്നുണ്ട്. ചെറിയ മാറ്റത്തിൽ അങ്ങോട്ട് പോകുന്നത്. കൊല്ലത്തേക്ക് ഇപ്പം തിരുവനന്തപുരത്തിന്റെ ബോർഡർ കഴിഞ്ഞ് കൊല്ലത്തേക്ക് ഇപ്പം വെഞ്ഞാറമൂടിന് ഉള്ളതാണ് ഇവൻ. വെഞ്ഞാറമൂടിന് തൊട്ടടുത്ത കോലിയക്കോട്, ഞങ്ങളൊക്കെ ഏകദേശം ഒരേ സ്ലാങ് ആണ്. ഇപ്പൊ സുരാജ് ഏട്ടൻ ഒരു പടത്തില് അത് ആ പാറശാല സൈഡിലെ ഇതാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ സുരാജ് ഏട്ടൻ സംസാരിക്കുന്നതാണ് വെഞ്ഞാറമൂട് രീതിയിലുള്ള ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുന്നത്. അല്ലാതെ തിരുവനന്തപുരത്തിന്റെ സ്ലാങ് എന്ന് പറയുന്നത് ഈ നമ്മൾ സാമ്പ്രദായികമായിട്ട് പണ്ട് തൊട്ട് കേട്ടുവരുന്ന അതൊന്നും അല്ല. അതൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയാണ്, അത് ഭയങ്കര മോശമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിസ്റ്റത്തോട് എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുണ്ട് അല്ലേ. അല്ല അത് സീരിയസ്ലി ഞാൻ 2 പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കമൽ സാറിന്റെ പടവും ഒന്ന് മലയം കുഞ്ഞിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പൊ മൂവാറ്റുപുഴ അങ്ങോട്ട് ആ സൈഡിലേക്കുള്ളൂ. നമ്മളവിടെ കഴിച്ചായിരുന്നു, രാവിലെ എന്നാ തിന്നേ എന്നൊക്കെയാ ചോദിക്കുന്നത്. പ്രോപ്പർ ഇടുക്കി കട്ടപ്പന പറയുന്ന വേറെയാണ്, ചെറുതോണിയിലോട്ട് പോകുമ്പോൾ മാറും. അപ്പൊ ഇത് പറഞ്ഞ ഈ സ്ലാങ്ങിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ നമ്മുടെ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ആക്ച്വലി നല്ല രീതിയിലാണ് കേട്ടോ, നല്ല രീതിയിൽ കറക്റ്റ് പക്ക മലയാള ഒരു ട്രിവാൻഡ്രത്തിന്റെ ഒരു ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പടം. അതിന് നമ്മൾ ഡയറക്ടറെ സമ്മതിക്കണം. ഡയറക്ടറായാലും ആ ടീം നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ എന്താണ് അനുഷിനോട് നമ്മൾ ഭയങ്കര, നമുക്ക് അറിയാമല്ലോ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സീനിൽ നിൽക്കുമ്പോഴേ നമുക്കറിയാം ഒരാൾ ഓവറാക്കി ചെയ്താലും പുള്ളി പറയും അത് വേണ്ട ചേട്ടാ, അത്ര വേണ്ട, നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത് അത് മതി. അതൊക്കെ ഇവരുടെ തന്നെ നമ്മുടെ ആ പടം ഒരു പക്ക ഒരു തിരുവനന്തപുരം പടം ആയിട്ടാണ് അല്ലേ. ആ ഒരു തിരുവനന്തപുരം പടം കൂടെ എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് മല്ലികാമയുണ്ട്, മല്ലികാമ ട്രിവാൻഡ്രാണ്. അപ്പം നിങ്ങൾ കുറെ പേര് ട്രിവാൻഡ്രം സ്ലാങ് നന്നായിട്ട് സംസാരിക്കുന്നത്, ഗൗരി ട്രിവാൻഡ്രാണ്. അങ്ങനെ കുറച്ചധികം അവിടുന്ന് തന്നെയുള്ള കലാകാരന്മാരുണ്ട്. അപ്പുറത്തേക്ക് ധ്യാനുണ്ട്, വിനീത് തട്ടിലുണ്ട് അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് അമ്പിയുണ്ട്. ഞാൻ തിരുവനന്തപുരക്കാരനല്ല. പക്ഷെ എൻ്റെ അടുത്ത് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ അനുഷേന്റെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇത് സൂചിപ്പിക്കാനും പൊക്കാനൊന്നുമല്ലോ, ഭയങ്കര കൂളാണ്. ക്രിഞ്ചിന്റെ അല്ല, ഭയങ്കര കൂളാണ്. ഈ ആക്ടേഴ്സിന് പെർഫോം ചെയ്യാനും പിന്നെ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളുണ്ട് ഈ സിനിമയിൽ. അത് വലിയൊരു കാര്യമാണ്.
അനുഷേട്ടൻ്റെ കുറേ സുഹൃത്തുക്കൾ ഞാൻ പുള്ളിയുടെ കഴിഞ്ഞ കൂടെ അഭിനയിച്ചാണ് ഹൊഡു എന്ന് പറയുന്ന പടത്തിൽ ഞാൻ ഇവരെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആ പടത്തിൽ ഒരൊറ്റ സീനായിട്ട് അല്ലേ ഒരു പെട്ടെന്നൊരു സമയത്ത് ഒരു ആക്ടർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പെട്ടെന്ന് ചേട്ടാ വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ആരെ അഭിനയിക്കാൻ വിളിച്ചാലും നേരത്തെ പറഞ്ഞാലും ഒരു സീനും ഒരു സീൻ ആ പടത്തിന്റെ ഹൈലൈറ്റ് സീനായിരുന്നു അത്. അത് പക്ഷെ നല്ല ഒറ്റ ടേക്കിൽ അത് പോയതിലൊക്കെ ഭയങ്കര ക്ലാപ്പൊക്കെ കിട്ടി നല്ലൊരു സീൻ. ആ പടത്തിലെ ഇപ്പോഴും റീലൊക്കെ കിടന്ന് ഓടുന്ന ഒരു നല്ല സീനാണ് അത്. പടത്തിന്റെ ഹൈലൈറ്റ് സാധനം തന്നെയാണ്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എനിക്ക് ഞാൻ പോലും വിചാരിച്ചു ഒരു 3 മിനിറ്റോളം ഒറ്റ വിത്ത് ഡയലോഗില് ഇങ്ങനെ ക്യാമറ വേറെ ഒറ്റ കട്ടുമില്ല, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന നല്ലൊരു ഭയങ്കര ഒരു ഇമോഷണലി സാധനമായിരുന്നു. പടത്തിന് നല്ല ഒരു ക്രക്സ് ആണത്. മൂവിയായിരുന്നു ഹൊഡു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ പടം വരുമ്പോഴത്തേക്കും നമ്മള് ഇപ്പം അതിന്റെ സ്നേഹമാണോ ബന്ധമാണോ എന്ന് അറിയില്ല. പുള്ളി എനിക്ക് പണ്ട് കമ്മീഷൻ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയം മുതൽ അറിയാം. പുള്ളി പണ്ട് സിനിമകളുടെയൊക്കെ എന്താ ഒരു പെർമിഷൻ പേപ്പറൊക്കെ റെഡിയാക്കാൻ വരുമ്പോഴേ ഉള്ള പരിചയമാണ്. അന്ന് തൊട്ടേ ഇങ്ങനെ ആരെ കണ്ടാലും സിനിമയിലുള്ള ആരെ കണ്ടാലും ഞാൻ സ്പോട്ടിൽ ചാൻസ് ചോദിക്കുന്ന ആളാണ്. അത് ഞാൻ സിനിമ എന്നുള്ളതിൽ കുഞ്ഞു നാൾ തൊട്ടേ ഈ ഓഡിഷന് പോയി തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് കിട്ടിയ ജോലിയാണ് പോലീസിന്റെ. മീൻസ് ആ ഒരു ജോലി ഉള്ളത് കൊണ്ട് ഇതുവരെ നമുക്കിപ്പോ ചെയ്ത് പോകുന്ന സിനിമകളിലേക്ക് എത്താൻ പറ്റും. കാരണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കാശ് വേണം. അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിന്റെ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ട്. മിണ്ടാണ്ടിരുന്ന അങ്ങനെയൊക്കെ പറയുന്നത് എന്റെ ആഗ്രഹം എനിക്ക് ഇവിടെ നിൽക്കണം എന്നുള്ളതാണ്. അത് മോശമായിട്ടുണ്ടല്ല, ഇല്ല എനിക്ക് അങ്ങനെ ആ ഒരു സാഹചര്യം ചെല്ലേണ്ട അവസ്ഥ പോകേണ്ടി വരും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം സിനിമയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ഞാൻ ഒരു 33-34 കൊല്ലം കണക്ക് പറഞ്ഞത് മോശമാണ്. എന്നാലും ജീവൻ ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇരുന്ന് പടം കാണുക, താണ്ഡവമാണ് സിനിമ. ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടുണ്ട്. ഞാൻ ആ സീൻ കാണാൻ വേണ്ടി മാത്രമേ ഇന്ന് സിനിമയിൽ നോക്കുന്നത്. ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫോട്ടോ എടുത്തൊന്നും അയച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കണം, പാഷൻ നെവർ ഫെയിൽസ് എന്ന് പറയുന്നത് ഒരു ലാലേട്ടൻ്റെ നെടുമണിച്ചേട്ടൻ മരിച്ചിട്ടുള്ള സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഒരു ട്രാക്ക് ഷോട്ടാണ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചുവന്ന ഷോട്ട്, അതിൻ്റെ അകത്തൊരു ഒരു ഹാഫ് കൈ മുടിക്ക് ഇങ്ങോട്ടൊരു ചെറുക്ക് ഒരു സ്കെൽറ്റായിട്ട് ജീവൻചാണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഈ ഫോട്ടോ കണ്ടു ഇങ്ങനത്തെ പാഷൻ എന്താണ് ഇത് എന്നാണ്. പക്ഷെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പടം കണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് കണങ്ങാവലിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തത്. അതിനെ കുറിച്ച് ലാലേട്ടൻ്റെ ഒരു പടത്തിൽ സൈഡിൽ നിന്നിട്ട് ഇന്ന് മമ്മൂക്കയുടെ കൂടെ വലിയൊരു വേഷം ചെയ്യുന്നു. അത് ഭയങ്കര ബ്ലെസ്സിങ്. അതാണ് അദ്ദേഹത്തിന്റെ പാഷൻ. അദ്ദേഹം സിനിമയിൽ തന്നെ ഇന്നും നിലനിൽക്കും. എല്ലാ നാട്ടിലും ഉണ്ടാവല്ലോ സിനിമ. തീർച്ചയായിട്ടും അമ്പി അതാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. ഇവന്റെ തൊട്ടടുത്താണ് നമ്മുടെ സുരാജ് ചേട്ടന്റെ വീട്, വളരെ അടുത്താണ്. ഇവന്റെ എനിക്ക് നേരിട്ട് അറിയില്ല. പലരും ഞാനിങ്ങനെ സിനിമ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്കും പറയും നമ്മുടെ അവിടെ ഒരു വിശാഖമുണ്ട്, വല്ല സംഭവം കൊടുക്കണേടാ വലിയ. ഞാൻ പറഞ്ഞു എനിക്ക് പുള്ളിയെ പരിചയമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞെനിക്കറിയാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഹൊഡൂലാണ് എനിക്ക് തോന്നുന്നു നമ്മള് നേരിട്ട് കാണുന്നത്. അതിനുമ്പ് ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളെങ്കിലും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ നമ്മൾ ആരും ഒന്നും ആയിട്ടില്ല. ഈ പറയല്ല ഡെയിലി ചാൻസ് ചോദിക്കലൊക്കെ തന്നെയാണ്. ഇനിയൊന്നും ഈ അമ്പി പറഞ്ഞ സെയിം കാര്യമാണ്. എന്നാലും നമ്മൾ ചോദിക്കണം, ചെയ്യുന്ന ജോലിയല്ലേ, സ്വാഭാവികമായിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു ജോലിയാണ്. എന്റെ ഡെയിലി റൊട്ടീനാണ്. ഡെയിലി ഒരു 5 ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കുക, ചാൻസ് ചോദിക്കുക, 2 പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിക്കുക. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യം. വെയിറ്റ് ചെയ്യുന്നത് കളങ്കാവലിന് വേണ്ടിയിട്ടാണ്. അതിന്റെ എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? അത് മാത്രമല്ല പ്രണവിന്റെ പടത്തിലും പുള്ളി വിനയത്തോടെ പറഞ്ഞതാണ് ഞങ്ങളൊന്നും ആയിട്ടില്ല, ഞങ്ങളെയൊക്കെ ലാലേട്ടന്റെ മകൻ ഇനി എന്ത് വേണം? ഇനി വേണം, ഇനി ഒത്തിരി വേണം. ഇതൊന്നും പോരാ. എപ്പോഴും പ്രണവിനെയാണ് നമുക്ക് ഒരു കാരണവശാലും കാണാൻ കിട്ടാത്ത ഒരു വ്യക്തി. പ്രണവിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാൻ എങ്ങനെയാണ്? പ്രണവ് ഇങ്ങനെ തന്നെയാണോ? എന്താണ് ആളുടെ ഒരു മൂഡ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ കാണാൻ പറ്റില്ല, അമ്മാതിരിയാണ്. നമ്മള് പ്രണവിനെ പറ്റി ഇങ്ങനെ അവരുടെ തന്നെ സൗഹൃദം, അല്ലെങ്കിൽ ഇപ്പം വിനീത് ശ്രീനിവാസനാവട്ടെ, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു ടീമുണ്ടല്ലോ, അപ്പൊ ഇതിനകത്ത് അവരിങ്ങനെ അപ്പു അങ്ങനെയാണ്, അപ്പു ഇങ്ങനെയാണ്, അപ്പു അതല്ല ഇതല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ആദ്യകാലങ്ങളിൽ സീരിയസ്ലി ഞാനിത് ഓപ്പണായിട്ട് പറയണമെന്നുള്ളേ ഉള്ളൂ, എന്ത് ഇങ്ങനെ ഇപ്പാള് അങ്ങനെ. പക്ഷെ ഞങ്ങള് ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നു. 3-ാമത്തെ ദിവസമായപ്പോ എനിക്ക് മനസ്സിലായി അപ്പു അത് തന്നെയാണ്. എന്ത് മനുഷ്യനാണിത്, ഒരു സിമ്പിൾ എന്നല്ല, പുള്ളി അങ്ങനെ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ഞാൻ എന്തെങ്കിലും ആണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല.
അയാൾക്ക് പ്രത്യേകിച്ച് ഒരു സംഭവം കൊടുക്കണം, മീൻസ് പുള്ളിക്കായിട്ട് മാത്രമായിട്ടൊരു സ്പെഷ്യാലിറ്റി പുള്ളിക്ക് വേണ്ട. വേണ്ട. ഓ എല്ലാരെയും പോലെയാണ് അയാളല്ലാതെ വേറൊന്നുമല്ല. നമ്മളെ ഇപ്പൊ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ കാര്യം പറയുന്നു, ഏത് സമയം എന്ത് കാര്യത്തിന്, അല്ലാതെ പുള്ളിക്കൊരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നോ, അല്ലെങ്കിൽ കുറച്ച് സമാധാനം കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു എന്താ പുള്ളിയോട് സംസാരിക്കാൻ പറ്റത്തിലാണോ, ഒന്നുമല്ല. വളരെ കൂളായിട്ടുള്ള, എന്ത് പറയാനാ, നമ്മളൊക്കെ ഞാൻ ചില നേരത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഇങ്ങനെ ഒരു സ്വഭാവമെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. മീൻസ് എല്ലാവരോടും ആ പുള്ളി എങ്ങനെയാണ് പെരുമാറുന്നത്. ചില നേരത്ത് നമ്മളെ കൺട്രോൾ പോകാറുണ്ട്, ചില നേരങ്ങളിൽ ചില മീൻസ് ഇതൊന്നുമില്ല, വളരെ എല്ലാം കൂളായിട്ട് ജീവിതത്തെ മുന്നോട്ട് നോക്കി കാണുന്ന ഒരു മനുഷ്യരൂപം. അങ്ങനെ ഞാൻ പറയുള്ളൂ. സാധാരണ മനുഷ്യന് ഇങ്ങനെ ആവാൻ പറ്റില്ല. പലപ്പോഴും ലാലേട്ടന്റെ സിമിലാരിറ്റീസ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആളിനെ പറ്റിയിട്ട്. ശരിക്കും അങ്ങനെ ആക്ടിങ്ങിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ലാലേട്ടനെ പോലെ? ഇല്ല, ഒരിക്കലും ഇല്ല. പുള്ളിയുടെ നമ്മളിപ്പോ ആ ടീസർ കണ്ടാൽ തന്നെ ചിലർ പറഞ്ഞു, അതൊക്കെ നമുക്ക് പക്ക ലാലേട്ടൻ ചെയ്യുന്നല്ലേ, വിളച്ചനല്ലേ ലാലേട്ടൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്കിപ്പോ ഒരു ഫിഗർ പോലും മീൻസ് പുള്ളി ചിരിച്ചാൽ, അല്ലെങ്കിൽ പുള്ളി ചിലപ്പോ പുള്ളിയുടെ വേറൊരു ആറ്റിറ്റ്യൂഡിലേക്കും ചിലപ്പോ അങ്ങനെ തോന്നും. അത് പക്ഷെ പക്ക ഒരിക്കലും പുള്ളി ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതല്ല, ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. പുള്ളിയുടെ അതൊരു എന്താ ഓർഗാനിക് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അല്ല ഒരിക്കലും ലാൽ സാറിന്റെ ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ ലാൽ സാറിന് ഒരു കാര്യത്തിൽ പുള്ളി ഇടപെടിക്കാറില്ല. ലാലേട്ടൻ എപ്പോഴും സെറ്റിൽ എപ്പോഴെങ്കിലും സെറ്റിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അല്ല പുള്ളി പറഞ്ഞ അദ്ദേഹത്തിന്റെ കാര്യം മീൻസ് പ്രണവിന്റെ കാര്യമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. വേറെ ഒന്നുമായിട്ടും അങ്ങനെ ഒന്നുമില്ല. എല്ലാവരായിട്ടും ഒരു സെറ്റിലുള്ള മകൻ അഭിനയിക്കുമ്പോ അച്ഛൻ ജസ്റ്റ് ഒന്ന് വരാ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലോ അദ്ദേഹം അഭിനയിക്കുന്നത്. പുള്ളി എത്ര സിനിമയായി, മലയാളത്തിൽ എത്ര പടമായി. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കൺസേണിന്റെ ആവശ്യമില്ലല്ലോ. പുള്ളി ഒരു ആക്ടർ അല്ലേ. ഇപ്പം ലാൽ സാറിന്റെ മകൻ എന്നുള്ളതല്ലോ, പുള്ളി ഒരു ആക്ടറായിട്ടല്ലേ എടുത്തേക്കുന്നത് ഈ സിനിമയില്. പുള്ളിയുടെ ആയിട്ട് ഒരു ആ ലെവലിൽ അങ്ങ് പോവാണ്. പക്കാ ഹൊററാണോ? നമ്മളെയൊക്കെ പേടിപ്പിക്കോ? കണ്ടു നോക്കൂ. രാവിലെ പരിപാടി അതല്ലേ, ബ്രഹ്മയുഗത്തിന് ശേഷം വരുന്നതല്ലേ. അല്ല അത് വേറൊരു ജോണർ, ഇത് വേറൊരു ജോണർ. പോസ്റ്ററൊക്കെ കാണുമ്പോ തന്നെ അറിയാലോ. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, രണ്ടിൻ്റെ അകത്തും പേടിക്കും പ്രയാസമുണ്ട്. എനിക്കറിയില്ല, കണ്ടു നോക്കൂ എന്തായാലും. നരേഷൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു. പടങ്ങള് ഒറ്റക്കൊമ്പൻ, പിന്നെ കളങ്കാവ്, ഈ ഡിയാസിറെ, പിന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു പടമുണ്ട് വത്സല ക്ലബ്ബിൽ, ഓൺഗോയിങ് ഭീഷ്മർ എന്ന് പറഞ്ഞിട്ട് ധ്യാനോടൊപ്പം തന്നെയാണ് വീണ്ടും ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ വരുന്നു. ഓക്കെ, വളരെ സന്തോഷം. കുറച്ചധികം നമ്മൾ സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. വത്സല ക്ലബ്ബ് നല്ല വിജയമാവട്ടെ. എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.